പഴയ മോഡലുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ബോഡിക്ക് നല്ല സ്ട്രോങ് ആണ്, പാച്ച് വർക്ക് ഇല്ല, കാര്യങ്ങളില്ല. നമുക്ക് ലാസ്റ്റ് ഒരു 29 രൂപ കൊടുക്കാം. 29 മാറുള്ള അഡീഷണൽ പൈസ ആണോ? വണ്ടി നല്ല ക്വാളിറ്റിയാണ്, ഓട്ടിക്കാനുള്ള അടിപിടിയൊന്നുമില്ല. എത്ര കൊടുക്കാം? ഫൈനൽ ഒരു 85 രൂപ കൊടുക്കാം. 85 രൂപ. ഓക്കെ. ചെയ്യാതെ കൊടുക്കുക, ഈ കണ്ടീഷനിലാണെങ്കിൽ 65 രൂപ കൊടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് വേണ്ടി സ്വിഫ്റ്റ് 2010 മോഡലേ. ഡീസലാ പെട്രോളാ? ഇത് സിംഗിൾ ഓണർ, ഇത് മൂന്നാമത്തെ ഓണർ വണ്ടി, ഡീസൽ വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം ഇന്നയ കാർസിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് മാറി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയാണ്. നെടുമങ്ങാട് നിന്ന് വെമ്പായം പോകുന്ന വഴിക്ക് വേങ്കവിള. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എപ്പോഴും പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലുണ്ട്. സമയം വേണ്ടി റാസിനുണ്ട്. അപ്പോൾ സ്റ്റോക്കൊക്കെ മാറിയല്ലേ? സ്റ്റോക്കെല്ലാം മാറി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി മാരുതി 800 എങ്ങനെയാണ് ഡീറ്റെയിൽസ് തരുന്നത്? 2000 വണ്ടിയാണ്. ഈ വർഷം ലാസ്റ്റ് ഡിസംബർ വരെ പേപ്പറുണ്ട്. വണ്ടി കണ്ടീഷനാണ്, നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാർബറേറ്റർ വണ്ടിയില്ലേ? കാർബറേറ്റർ. ടയർ 4 കൊള്ളല്ലേ? ടയർ 4 കൊള്ളാം. ബോഡി ഷേപ്പ് ഉണ്ട്, തട്ടുമുട്ടൽ ബോഡി ഷേപ്പ്. വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണ്. ഒരു വിധം പണിത് തീർത്ത് വെച്ചിങ്ങനെ വണ്ടിയാണ്. ഓക്കെ. വണ്ടി ഫാമിലി ചെറിയ ബാക്കിൽ ഇതേ ഉള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനെല്ലാം കൊള്ളാം, വേറെ കുഴപ്പമൊന്നും. എ സി ഉള്ളതാണ്? ഇല്ലാത്ത സ്റ്റാൻഡേർഡ് കാണുന്ന ക്വാളിറ്റി ഉണ്ട്, ബാക്കി നോക്കി എടുക്കുക. ഓക്കെ. അപ്പം എങ്ങനെ ഈ വിലയിൻ്റെ? നമുക്ക് ലാസ്റ്റ് ഒരു 29 രൂപ കൊടുക്കാം. 29 മാറുള്ള അഡീഷണൽ പൈസ ആണോ? വണ്ടി നല്ല ക്വാളിറ്റിയാണ്, ഓട്ടിക്കാനുള്ള അടിപിടിയൊന്നുമില്ല. ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാം, പഠിപ്പുകാർട്ടിക്കല്ല ഫാമിലിക്ക് യൂസ് ചെയ്യാം. ഈ വർഷം അവസാനം വരെ പേപ്പർ വരുന്നുണ്ട്. 29 രൂപ. പേര് മാറണ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ അല്ലേ? ഇൻഷുറൻസ് എല്ലാം പുതിയതുണ്ട്. പേര് മാറണ മാത്രം അഡീഷണൽ ഉള്ളൂ, ബാക്കി നോക്കിയെടുക്കുക അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയെടുക്കാം അവരെ. അല്ല, ഇത് കൊള്ളാം, വേറെ കുഴപ്പമില്ല. നോക്കിയെടുക്കാന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഒരു കസ്റ്റമർ വെക്കണമെന്ന് ഞാൻ മെക്കാനിക് കൊണ്ട് ഓർത്താൻ അതവരെ ഇഷ്ടമല്ലേ? അവർ കൊണ്ട് നോക്കിയെടുക്കണേ. നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഷോറൂമിൽ പറഞ്ഞാൽ എങ്ങനെ മെക്കാനിക് കൊണ്ട് പറഞ്ഞു വണ്ടി എടുക്കുന്നവരെ ഇഷ്ടമാണല്ലേ എങ്ങനെ നോക്കിയെടുക്കാന്നുള്ള? ഓക്കെ, ശരി. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി 2005 വണ്ടിയാണ്. അപ്പോൾ 25 രൂപ പേപ്പർ ഉണ്ട് അല്ലേ? ഈ വർഷം പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ 25 രൂപ ഉണ്ട്. അതന്നെ ഈ വർഷം അവസാനം വരെ ഉണ്ടോ? അല്ല, പേപ്പർ പുതിയ CF എടുത്ത് കൊടുക്കുക, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ. കോണ്ടൻസിൻ്റെ പെട്രോൾ വണ്ടി. ഇത് അലൈ വീലുണ്ട്. അലൈസ് എല്ലാം വരുന്നുണ്ടല്ലേ? AC വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. വണ്ടി ഓണർഷിപ്പ് എത്രയായി ബ്രോ? ഓണർഷിപ്പ് മൂന്നാമത്തെ 4ാമത്തെ തോന്നുന്നു കേട്ടോ. മൂന്നാമത്തെ 4ാമത്തെ ആണല്ലേ? ഇന്റീരിയർ ഉള്ള വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? AC പോസിറ്റീവ്. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണോ? എല്ലാം പക്ക. വേറെ വണ്ടി കൊള്ളാം, നല്ല വണ്ടി. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, ബോഡി കാല. ഓക്കെ. നല്ല തെളിവുള്ള വണ്ടിയില്ലേ? നമുക്ക് ഫൈനൽ 80 രൂപ കൊടുക്കാം. 80 രൂപ. 2005 ടെസ്റ്റ് എടുത്ത് കൊടുക്കാം കേട്ടോ. 5 വർഷത്തെ പേപ്പർ എടുത്ത് CF എടുത്ത് കൊടുക്കാം. 5 വർഷം പേപ്പർ എടുത്ത് 80 രൂപ കൊടുക്കാം. 80 രൂപ. ഈ കണ്ടീഷനാണ്, ഈ കണ്ടീഷനിലും കൊടുക്കാം. ഈ കണ്ടീഷൻ എങ്ങനെ കൊടുക്കാം? ഈ കണ്ടീഷനിൽ ഒരു 65,000 75,000 ഇടയിൽ കൊടുക്കാം. 65,000 ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അത് ചെയ്തു വേണമെങ്കിൽ കൊടുക്കാം, ചെയ്യാതെ കൊടുക്കാം. കംപ്ലൈൻറ്റ് 4 പവർ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ മെയിൻ്റെനൻസ്, അത് ചെയ്ത് കൊടുക്കാം. ചെയ്യാതെ കൊടുക്കുക. ഈ കണ്ടീഷനിലാണെങ്കിൽ 65 രൂപ കൊടുക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തൊക്കെയാണെങ്കിൽ ഒരു 75. ഫീസ് മാത്രം അടച്ചാൽ ടെസ്റ്റിന്. ടാക്സിൽ ഞാൻ പുതിയ എടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. അടുത്ത വണ്ടി മാരുതി 800. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള AC വർക്കിംഗ് ആണ് നിലവിൽ. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. 5 വർഷത്തെ പുതിയ ടാക്സ് ഉണ്ട്. മോഡൽ ഇൻഷുറൻസ് ഉണ്ട്. 96 മോഡലാണ്. സെക്കൻഡ് ഓണർ ആയിട്ടേ ഉള്ളൂ. 26 ടെസ്റ്റ് വരും അല്ലേ? 26 ടെസ്റ്റ് വരും. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസും പുതിയതുണ്ട്. വണ്ടി AC വർക്കിംഗ് ആണ്, നല്ല കൂളിംഗ് ഉണ്ട്. ഓക്കെ. കംപ്രസറെല്ലാം എടുക്കുന്നുണ്ട്. പഴയ മോഡൽ വണ്ടി അല്ലേ? പഴയ മോഡലുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബോഡിക്ക് നല്ല സ്ട്രോങ് ആണ്, പാച്ച് വർക്ക് ഇല്ല, കാര്യങ്ങളില്ല. ഇതെങ്ങനെ വില വരണം? അപ്പോൾ ലാസ്റ്റ് 33,000 ലാസ്റ്റ് കൊടുക്കും. 33 രൂപ. വില കൂടുതലാണ്, ആരും പറയാൻ തന്നെ അറിയാം, വില കൂടുതലാണ്. പക്ഷേ ഇത് തിരക്കി പറഞ്ഞവരുണ്ട്. അതൊക്കെ ഞാൻ കണ്ടെടുത്ത വിലയ്ക്ക് എടുക്കും. നല്ല വണ്ടിയാണ്. ഓ, ശരി. അടുത്ത വണ്ടി ഇൻഡിക്ക മാൻസ പെട്രോൾ. ഇത് രണ്ടാമത്തെ ഓണർ. ഇത് കിലോമീറ്റർ കുറവാണ് കേട്ടോ. 60 ചില്ലറ ഓടിയിട്ടുള്ളൂ ആകെ. പെട്രോൾ വണ്ടിയാണ്. മോഡൽ 2010 വണ്ടി. പെട്രോൾ വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് തേർഡാന്താണ്. പക്ഷേ ഈ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി നല്ല കണ്ടീഷനാണ്, വേറെ കുഴപ്പമില്ല. AC വർക്കിംഗ് ആണ്, ക്ലച്ച് പുതിയതാണ്. അത് കാര്യങ്ങളെല്ലാം ഒരുവിധം ഓക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടേ. കണ്ടീഷൻ കണ്ട ക്വാളിറ്റി ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ്. AC ഇപ്പോൾ പണിതേ ഉള്ളൂ. AC, ക്ലച്ച് ഇതെല്ലാം പുതിയതാണ്. ഒരു ഇതെല്ലാം എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. അപ്പോൾ ടെസ്റ്റ് എപ്പോഴാണ് പറഞ്ഞത്? ടെസ്റ്റ് പുതിയ CF ആണ് കേട്ടോ. 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷം പുതിയ ടെസ്റ്റ്. എത്ര കൊടുക്കാം അപ്പോൾ വണ്ടി? 75,000 രൂപ. 75,000 രൂപയ്ക്ക് മാനസ പെട്രോൾ വണ്ടി, പുതിയ ടെസ്റ്റ് എടുത്ത്, പുതിയ 5 വർഷം പേപ്പർ എടുത്തില്ലേ. അടുത്ത വണ്ടി ഇത് 2008 മോഡലാണ് കേട്ടോ. ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ്. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. വേറെ നിലവിൽ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ക്ലാസ് ഒന്നും മാറിയിട്ടില്ല. ടയർ ഭാഗങ്ങളെല്ലാം ഉള്ള 28 വണ്ടി. അപ്പം 28 നല്ല ക്വാളിറ്റി, ഓട്ടിങ് എല്ലാം ഉള്ള 28 പേപ്പർ ഉണ്ടല്ലേ? 28 രൂപ പേപ്പർ ഉണ്ട്. 8 വണ്ടി. രണ്ടാമത്തെ ഓണർ LXi അല്ലേ? LXi. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയെന്ന് പറഞ്ഞാൽ? സെക്കൻഡ് ഓണർ കിലോമീറ്റർ 130 ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ്. വണ്ടിയെല്ലാം നല്ല പക്ക സർവീസ് സ്റ്റഡി കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമ്പർ നോക്കി ചെക്ക് ചെയ്യാം അല്ലേ? ഒരു സാധനം ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, ഒരു സാധനം മാറിയിട്ടില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം?
ഫൈനൽ ഒരു 85 രൂപ കൊടുക്കുക. 85 രൂപ. ഓക്കെ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ZXi ആണേ. അലേ വീല് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പെട്രോൾ വണ്ടി മോഡൽ 2005 വണ്ടിയാണ്. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. ആഗസ്റ്റിലാണ് ടെസ്റ്റ് വരുന്നത്. 25. ഇപ്പം മോഡൽ 2005 വണ്ടി. 5 വണ്ടി. അപ്പോൾ ഈ വർഷം എയർ ബാഗ് എല്ലാം പറഞ്ഞ ടൈപ്പാണ്. കംപ്രസർ പുതിയതാണ്. എല്ലാം ഇത് കാണിച്ചു തരാം. വണ്ടി കാണുന്ന ക്വാളിറ്റിയാണ്. ഓക്കെ. കുറച്ച് ചെറിയ പെയിന്റ് ടച്ചപ്പ് ഒക്കെ വേണ്ടി വരും അല്ലേ? ചെറിയ ടച്ചപ്പ് വരും. പുതിയ ടാക്സ് എല്ലാം കാര്യങ്ങൾ എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കണ്ടീഷനാണ്. അവിടെ വന്നാൽ കാണിച്ചു തരാം. കംപ്രസർ കാര്യങ്ങൾ കണ്ടോ, ഇതെല്ലാം പുതിയതാണ്. AC കംപ്രസർ ബാക്കി കാര്യം ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. കംപ്രസറൊക്കെ പുതിയത് വാങ്ങിച്ചു ഉള്ളൂ. നല്ല സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. അത് വലുതാണ്. മറ്റേ 9 ആണോ? പവർ വിൻഡോ ഒക്കെ എല്ലാം വർക്കിംഗ്. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? നമ്മൾ ലാസ്റ്റ് 98,000 രൂപ കൊടുക്കുക. 98,000 പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റിന്റെ ഫീസ് ഇറങ്ങിയ ടെസ്റ്റ് ആണ്. അതിപ്പോഴും ആഗസ്റ്റ് ഏപ്രിലായിട്ട് കാണിച്ചാൽ മതി. വണ്ടി കൊള്ളാം. അലൈവിലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. എയർ ബാഗ് ഉണ്ട്, ABS ഉള്ള ടൈപ്പ് എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. കംപ്രസറും പുതിയതാണ്. എല്ലാം പണി ചെയ്തിട്ടുണ്ട്. ചെറിയ പ്ലഗിൻ്റെ എന്തോ ചെറിയ പ്രശ്നം, അത് മാത്രം മാറി കൊടുക്കുക. ചെറിയ എമൗണ്ട് ആയിരുന്നു. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത ഫോർഡ് ഫിഗോ. ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ്. 2012-13 രജിസ്ട്രേഷൻ. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 98,000 കിലോമീറ്റർ. 2012 വണ്ടി. 2012-13 രജിസ്ട്രേഷൻ. ഓട്ടോ ഓൺ വണ്ടിയാണ് കേട്ടോ. ഇത് ഹിസ്റ്ററി കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ കാണിച്ചു തുടങ്ങി. ഓക്കെ. 70 രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് നിലവിൽ വേറെ ഒന്നുമില്ല, അപാകങ്ങളൊന്നുമില്ല. ഓക്കെ. ഇതെല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. ഓക്കെ. വണ്ടി കാണാൻ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഹിസ്റ്ററി കൊണ്ട് കേട്ടോ. 98,000 കിലോമീറ്റർ ആകോട്ടുള്ള സിംഗിൾ ഉണ്ട്. 2012-13 രജിസ്ട്രേഷൻ പറഞ്ഞ വണ്ടി. 98,000 ലാസ്റ്റ് കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണേ 98 രൂപ. ഓക്കെ. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2005. സ്വിഫ്റ്റ് 2005 മോഡൽ. ഡീസലാ പെട്രോളോ? പെട്രോൾ LXi. 2005 ടെസ്റ്റ് എപ്പോൾ വരും? ഇത് സെപ്റ്റംബർ വരെ പേപ്പറാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് 3ാമത്തെ എടുത്തു. ഓക്കെ. 3 ഓണർഷിപ്പ് അല്ലേ? കിലോമീറ്റർ 1,20,000 അടിപ്പിച്ച് ഓടിയിട്ടുണ്ട്. വണ്ടി ഉള്ള ക്വാളിറ്റി ഉണ്ട്. അടിപിടിയൊന്നുമില്ല. ഉണ്ട്. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. AC എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. പവറിൻ്റെ വർക്കിംഗ് 2 പവറിൻ്റെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ചെയ്തിട്ടുണ്ടോ? ഇന്റീരിയർ എല്ലാം കൊള്ളാം. എങ്ങനെ? ഇത് 95 രൂപ. 95,000 രൂപ. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതാ വേണ്ടി സ്വിഫ്റ്റ് 2010 മോഡലേ. ഡീസലാ പെട്രോളാ? ഇത് സിംഗിൾ ഓണർ. ഇത് 3ാമത്തെ ഓണർ. ഡീസൽ വണ്ടി. BDI ആണേ. ഡീസൽ വണ്ടി. ഓക്കെ. BDI. കിലോമീറ്റർ എത്രയായി? 98,000. ഓണർഷിപ്പ് ആവശ്യമില്ല. ഓക്കെ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കണ്ടീഷനാണ്. വേറെ നിലവിൽ വേറെ കുഴപ്പമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്ത വണ്ടി സാൻഡ്രോ. സാൻഡ്രോ 2008 വണ്ടി. 2008 വണ്ടി. 28 പേപ്പർ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. നിലവിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? 28 പേപ്പർ ഉണ്ട്. 2ാമത്തെ ഓണറാണ്. ഇന്റീരിയർ ഉള്ള. കിലോമീറ്റർ എത്രയാണെന്ന് അറിയാമോ? കിലോമീറ്റർ 98 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ കാണാൻ ക്വാളിറ്റി ഉണ്ട്. വണ്ടി എങ്ങനെയാണ്? ഓക്കെ ആണോ? വണ്ടിയെല്ലാം ഓക്കെയാണ്. വേറെ നിലവിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ടയർ ഇത്തിരി കുറവാണ്. 1 മാത്രമേ ഉള്ളൂ. ബാക്കി 3 ടയറും ഇച്ചിരി കുറവാണ്. അതേ ഉള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര കൊടുക്കാം അപ്പോൾ വണ്ടി? നമുക്ക് ഫൈനൽ ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് കസ്റ്റമർ എടുത്ത് തരണം. കാര്യന്മാരുള്ള പൈസ അഡീഷണൽ തരണം. ലാസ്റ്റ് കയ്യിൽ നമുക്ക് ഒരു 62,000 കൈ കിട്ടണം. 62 രൂപ ഫൈനൽ. ഓക്കെ. അടുത്ത വണ്ടി I20 2010 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 10 വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ വണ്ടിയല്ലേ? കേട്ടില്ല. മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ. ഓക്കെ. കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് കിലോമീറ്റർ 1,20,000. ഓക്കെ. ഇതിൻ്റെ ബാക്കിയെല്ലാം വർക്കിംഗ്? AC വർക്കിംഗ് ആണോ? ഇല്ല. AC കാര്യം നോക്കണം. ബാക്കി എഞ്ചിൻ കണ്ടീഷൻ എല്ലാം എഞ്ചിൻ എല്ലാം കൊള്ളാം. ടയർ കണ്ടീഷൻ? ടയറെല്ലാം പുതിയതുണ്ട്. ഓക്കെ. കൊടുക്കാം. ബാക്കിൽ ആവറേജ് ആണല്ലേ? അപ്പോൾ ഇതെങ്ങനെ വില വരണേ? 1,10,000 കൊടുക്കാം. 1,10,000. ഓൾട്ടോ 2012 ആണ്. 12 വണ്ടി. ഓക്കെ. വണ്ടി നല്ല ഓണർഷിപ്പ് കിലോമീറ്റർ? 4 പുതിയ ടയർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 78,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ആണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല LXi AC പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോ കാര്യങ്ങളെല്ലാം കൊള്ളാം. ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. 78,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ വണ്ടിയാണ്. AC വർക്കിംഗ് ആണോ?
ചെയ്തിട്ടുണ്ട് കേട്ടോ. 75,000 സർവീസ് ചെയ്തേക്കും. ഓക്കെ. അല്ല എ സി എല്ലാം വർക്കിംഗ് ആണല്ലോ? എ സി എല്ലാം വർക്കിംഗ്, എ സി പവർച്ചിന് എല്ലാം വർക്കിംഗ്. ഓക്കെ. അതുപോലെ വേറെ ഒരു അപാകതയില്ല, ഒരു സാധനം മാറിയിട്ടില്ല. എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? 4 പുതിയ ടയർ അടപ്പുണ്ട്. ലാസ്റ്റ് ഒരു 1.45 കൊടുക്കുക. 1.45. നല്ല ക്വാളിറ്റി ഉള്ള ഇത് ലോൺ കയറും 12,000? 1.25 ലോൺ ഇട്ട് കൊടുക്കുക. ബാക്കി പൈസ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അത്യാവശ്യം വണ്ടികളുടെ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക, വണ്ടിയുടെ കാര്യം ക്വാളിറ്റിയൊക്കെ നോക്കി എല്ലാവരും ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.